We'll start with Sandy sir, right? Yes, yeah. How are you feeling today? Malayalam. Malayalam is okay. Oh, thank you so much. എല്ലാവരും ഇന്റർവ്യൂ കഴിഞ്ഞിട്ടല്ല വന്നിരുന്നത്. ആണോ? ഓൾ റൈറ്റ്, ഫൈൻ, സൂപ്പർ. സോ നമ്മുടെ ടീസർ, ട്രെയിലർ, പാട്ടുകളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഒരു റൊമാൻറ്റിക് വേർഷൻ കൂടെ ഈ സിനിമയിലൂടെ കാണാൻ പോവാണ് സാൻഡി സാറിന്റെ എന്നാണ്. സോ என்கிட்ட യെസ്, இருக்கும் ரொமான்ஸ் இருக்கும், பட் அது வேற மாதிரியா இருக்கும். வேற மாதிரி இருக்கும். ரொமான்ஸ் இருக்கும், ஆக்சுவலாக ரொமான்ஸ் இருக்கும், ஃபைட் இருக்கும், சைக்கோத்தனம் இருக்கும், வில்லத்தனம் இருக்கும், அதுக்கப்புறம் ஃபைட் எல்லாமே ஃபுல் டீஸ், ஃபன், காமெடி எல்லாமே இருக்கும். பட் அது எல்லாமே ஓவர் ஹைப்பரில் இருக்கும். எல்லாமே அந்த கேரக்டர் எக்ஸ்ட்ரீம் ആണ്. எக்ஸ்ட்ரீம் நாட் லிமிட் இல்லை அந்த கேரக்டர், ஆனால் எல்லாமே எக்ஸ்ட்ரீம். ആണോ? ജയറാം സാറിന്റെയും ഉർവശി മാമിന്റെയും കൂടെ ഫസ്റ്റ് ടൈം അല്ലേ? ரெண்டு பேருமே லிஜெண்ட்ஸ். அவங்க கூட வந்துட்டு பர்ஃபார்ம் பண்ணதே கிஃப்ட். சாருக்கு தான் தேங்க்ஸ் சொல்லணும். பிகாஸ் அவங்க கூட பர்ஃபார்ம் பண்ணல ரெண்டு பேருமே எக்ஸ்ட்ரானரி ஆர்டிஸ்ட். அவங்க கம்பேர் பண்ணக்கூடாது. பட் அவங்க கூட ஸ்க்ரீன் ஷேர் பண்ணது ஐ எம் வெரி ஹாப்பி. பட் லேர்ன் பண்ணிக்கிறேன் நிறைய. എന്താണ് ജയറാം സാറിന്റെ കൂടെയൊക്കെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തപ്പോഴേ പഠിച്ച ഒരു പെട്ടെന്ന് പറയാൻ പറ്റുവാണെങ്കിൽ இல்லை என்னன்னா அவங்களோட ரியாக்ஷன் இருக்குல்ல, ஒரு சீனுக்குமா அவருக்கு ரியாக்ஷன் இருக்கட்டும், அந்த பாடி லாங்குவேஜாக இருக்கட்டும், அவருக்குள்ள மாடுலேஷன்ஸ் எல்லாமே வந்து ரொம்ப யூனிக்காக, ரொம்ப இதுக்கு முன்னாடி நம்ம பார்த்த ஜெயராம் சார் அங்கே இருக்க மாட்டாங்க. அந்த கேரக்டராக அதில் இருப்பார். அதே மாதிரி தான் ஊர்வசி அம்மாவும், அவங்களும் அதே தான். அவங்க வந்து ஒரு சின்ன ரியாக்ஷனுக்கு ஒரு 1000 ரியாக்ஷன் கொடுப்பாங்க. மாடலேஷன் நீங்கள் பார்த்தாலே தெரிஞ்சுங்க ட்ரைலரில். அது அந்த மாதிரி தான் அவங்களாம் லிஜெண்ட். அவங்கள பார்த்து அப்படியே கற்றுக்கிறேன். ஐ எம் வெரி ஹாப்பி. பட் லோக்கலாக வேறு மாதிரியா இருக்கும், இந்த படத்தில் டோட்டலாக வேறு மாதிரியா இருக்கும். அப்போது நம்ம அவங்க கூட அது ஸ்க்ரீன் ஷேர் பண்ணுறப்போ நம்மளுக்கும் அந்த வைப் வருது. அதுதான். Alright, thank you so much and over to you. Yes. Okay. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു ബിഗ് പ്ലാറ്റ്ഫോം, ബിഗ് ആർട്ടിസ്റ്റ്, ടെക്നീഷ്യൻസ്. സോ എനിക്കറിയാം ഇൻ്റർവ്യൂ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങളൊക്കെ കേട്ട് മടുത്തിട്ടുണ്ടാവുമെന്ന്. പക്ഷേ എന്നാൽ കൂടിയും ഇത് തമിഴ് ലാംഗ്വേജ് ആണെന്നുള്ളതേ ഉള്ളൂ. മലയാളികളുടെ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള രണ്ടുപേരാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങൾ. സോ അവരുടെ കൂടെ നിന്നപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഹൗ വാസ് ഇറ്റ്? നമ്മളിപ്പോൾ സാനി മാസ്റ്റർ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും ഭാഗ്യമാണ് ജയറാം സാറിൻ്റെ കൂടെയും ഉർവശി മാമിൻ്റെ കൂടെയും വർക്ക് ചെയ്യാൻ. പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് വീട്ടിലാണ് ഷൂട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഞാനും ജയറാം സാർ, ഉർവശി മാമും സഞ്ജന ഓൾമോസ്റ്റ് നമ്മളാണ് ഇരുന്നേക്കണം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ സാറും ഉർവശി മാമും പെർഫോം ചെയ്യണത് കാണാൻ തന്നെ നമ്മളെല്ലാവരും ചിലപ്പോൾ കൺട്രോൾ ചെയ്തു എന്ന് വരും. നമുക്ക് ചിലപ്പോൾ ചിരിക്കണത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും. നമുക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇപ്പം പറയണ പോലെ എന്താ പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ നിറയെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വെച്ചാൽ എനിക്ക് തമിഴ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ പോകുമ്പോൾ ഇപ്പോൾ ഡയലോഗ് തരുന്നതല്ലേ പറയാൻ പറ്റുള്ളൂ, എഡീഷണലായിട്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ മാമും സാറും കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിലും അതെങ്ങനെ ചെയ്യാം, അതെങ്ങനെ ലാൻഡ് ചെയ്യാം, അതെങ്ങനെ പറയാം, അതൊന്ന് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോ സീൻ നമ്മൾ എടുക്കുമ്പോഴും അതിങ്ങനെ ഇമ്പ്രൂവ് ചെയ്തോണ്ടേയിരിക്കും. അതാണ് കൂടുതലുണ്ടായിരുന്നത് സെറ്റിൽ. ആൻഡ് ഇപ്പോൾ ആള് പറയുമായിരുന്നു നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ വീട്ടില് ഓരോ ഷോട്ട് കഴിയുമ്പോഴും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നിങ്ങൾ അതിനെ ഹെൽപ്പ് ചെയ്യായിരുന്നു എന്നുള്ളത്. യെസ്. എന്താ ഡൗട്ട് ഉണ്ടോ? ആ നിൽക്കുന്ന ആള്, 2 മക്കളിൽ ഒരാള് അനന്തിക. യെസ്. സോ അനന്തിക, ഇപ്പോ അച്ഛൻ ഇവിടെ നിൽക്കുന്നുണ്ട്. അച്ഛനോട് ഇത്രയും നാൾ ഷൂട്ടിന്റെ സമയത്തോ അല്ലെങ്കിൽ ഇന്റർവ്യൂസിലോ ഒന്നും പറയാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് പറയാൻ ഒരു കാര്യം പറഞ്ഞാൽ എന്ത് പറയാം? ഞാൻ ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ സാറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. സാർ പണ്ടൊരു ആന ഉണ്ടായിരുന്നല്ലോ, എനിക്ക് സാറിങ്ങനെ ആനേനൊക്കെ വയ്ക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇല്ല, അതാ സാർ ചെണ്ട കൊട്ടുന്നതാണെങ്കിലും നമ്മൾ ആനയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ കുറെ കേട്ടേക്കണേ. സാർക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ. എനിക്ക് മാത്രോ? ഇല്ല, അങ്ങനെയല്ല. ബാബു നമ്പൂരി സാറിന് ആനയുണ്ട്, ഗണേശന് ആനയുണ്ട്, സുരേഷ് ഗോപി ആനയെ നടക്കിരുത്തിയിട്ടുണ്ട് ഗുരുവായൂര്. അതാണ് ഏറ്റവും ഇഷ്ടമുള്ള തൃശ്ശൂർ പൂയത്തിനും സാറ് വന്നിട്ട് കൊട്ടാറുണ്ടല്ലോ. പിന്നെ ആരോടാ? യെസ്.
ഒരു ഓപ്പർച്യൂണിറ്റി തരികയാണ് ജയറാമേട്ടനോട്. ഇത്രയും എത്ര ദിവസത്തെയായിരുന്നു സർ ഷൂട്ട് ഉണ്ടായിരുന്നത്? 40 days. 40 days. ഓൾറൈറ്റ്. ആ 40 ദിവസത്തില് അപ്പ ആയിട്ട് വിളിച്ചു അങ്ങനെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. ഇതുവരെ പറയാൻ പറ്റാത്ത ഒരു കാര്യം പറയാൻ പറഞ്ഞ എന്ത് പറയും പെട്ടെന്ന്? അതെ, எல்லாருக்கும் வணக்கம். நான் சார் கிட்ட அவரோட ஒர்க் பத்தி நிறைய பேசியிருக்கேன். ஆனா டைரக்டா இந்த ஸ்டேட்மெண்ட் இப்படி நான் சொன்னதில்ல. சார், நான் ஒரு பெரிய பெரிய ஃபேன், உங்களுடைய ஃபேன். இப்போ கூட டைரக்டா, ஏன்னா மேம் சார் ரெண்டு பேருக்கும் காம்ப்ளிமெண்ட் சம்டைம்ஸ் டைரக்டா சொன்னா அவங்க ஓகே ஓகே அப்படி இருப்பாங்க. ஸோ அது சொல்ல முடிஞ்சதில்ல. பெரிய பெரிய ஃபேன், அவ்வளோதான். ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച്. ആൻഡ് ജയറാമേട്ട, ഓവർ ടു യു. നമസ്കാരം. ആദ്യമായിട്ട് കുറച്ച് വൈകി വന്നതിൽ ഓരോരുത്തരോടും ക്ഷമ ചോദിക്കുന്നു. കാരണം എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും, അത് ഷൂട്ടിംഗ് ആയാലും മറ്റ് ഈവൻസ് ആയാലും പ്രൈവറ്റ് ആയിട്ടുള്ള എൻ്റെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ എന്താണെങ്കിലും ആ സമയത്തിന് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും അവിടെ ചെന്ന് എത്തിപ്പെടണം എന്നുള്ളത് എപ്പോഴും ഞാനൊരു പോളിസിയായിട്ട് കീപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇന്ന് ഒരുപാട് ദൂരെ നിന്നാണ് യാത്ര ചെയ്ത് വരുന്നത്. ഇപ്പോൾ വരുന്ന വഴിക്ക് ഇപ്പോൾ ഈ തൃപ്പൂണിത്തുറയിൽ നിന്ന് തിരിയുന്ന വഴിക്ക് ഇങ്ങോട്ടേക്ക് പേട്ട ജംഗ്ഷനിൽ ഒരു ലോറി ഒരു കാറിലേക്ക് മറിഞ്ഞ് വീണ്ടൊരു തീ പിടിച്ചെന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് ഇവിടെ ഫുൾ ബ്ലോക്ക് ചെയ്തിട്ട് 1 way ആയിട്ട് ഞാൻ 3:30 മണിക്ക് എത്തിയതാണ്. ഇവിടെ 1.5 മണിക്കൂറായി ആ ബ്ലോക്കിൽ കടന്നു പോയത് കൊണ്ടാണ്. അതിന് ക്ഷമ ചോദിക്കുന്നു. ഈ സിനിമയെക്കുറിച്ച് പരിമള ആൻഡ് കോ സിനിമ ഇനി തിയേറ്ററുകളിൽ എത്താനായിട്ട് 4-5 ദിവസങ്ങളാണുള്ളത്. ഇപ്പോഴും എൻ്റെ അടുത്ത് പരിമള ആര് എന്നുള്ളത് ആളുകൾ ചോദിക്കാറുണ്ട്. ഊർവശി മുന്താനെ മുടിച്ച് എന്നുള്ള ഭാഗ്യരാജിൻ്റെ ചിത്രത്തിൽ പരിമളം എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രമായതുകൊണ്ട് തന്നെ ഊർവശി ആയിരിക്കാം പരിമള എന്ന് പലരും അതല്ലേന്ന് എന്നോട് ചോദിച്ചു. എന്തായാലും അത് തിയേറ്ററിൽ കണ്ട് മനസ്സിലാക്കാവുന്ന കാര്യം തന്നെയാണ്. വലിയ സസ്പെൻസ് ഒന്നുമില്ല എങ്കിൽ പോലും. പിന്നെ അതിൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നത്തെ ഒരു ദിവസം ഈ കേരളത്തിൻ്റെ കഴിഞ്ഞ ഏകദേശം ഒരു 15-20 ദിവസങ്ങളായി ഞങ്ങൾ ഈ ചിത്രത്തിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ്. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങൾ ഞാൻ പല ഭാഷകളായിട്ട് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും പരിമള ആൻഡ് കോവിനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങൾ. അതിൽ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത് പാണ്ഡ്യരാജ് എന്നുള്ള ഡയറക്ടർ തന്നെയാണ്. ഓരോ സിനിമകളും വ്യത്യസ്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും നിങ്ങൾ എടുത്തു നോക്കിയാൽ പ്രസംഗ തൊട്ട് കടക്കൊട്ടി സിംഗം തൊട്ട് തലവ തലവിതോടെ എല്ലാ സിനിമകളും ഒന്നിനൊന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള സിനിമകളായിരിക്കും. അങ്ങനെയാണ് അദ്ദേഹം ഈ സിനിമയുടെ തിരക്കഥ ഏകദേശം കുറച്ച് മുമ്പ് എഴുതി വെച്ചതാണ്. അദ്ദേഹം സൂര്യ വെച്ചാന്ന് തോന്നുന്നു അടുത്ത സിനിമ തുടങ്ങുന്നതിന് മുമ്പ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയും അതിലേക്ക് ഞാനും ഊർവശിയും എത്തിപ്പെടുകയും ചെയ്തത് വളരെ യാദൃച്ഛികമായിട്ടാണ്. ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇതിൻ്റെ തിരക്കഥ തന്നെയാണ്. വളരെ രസകരമായ രീതിയിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. നമ്മൾ 80-90 കാലഘട്ടങ്ങളിൽ ഞാനും ഊർവശിയൊക്കെ മലയാളത്തിൽ ചെയ്തിട്ടുള്ള രസകരമായിട്ടുള്ള ചില സിനിമകൾ ഉണ്ടായിട്ടില്ലേ, അത്തരം ഒരു സിനിമ തന്നെയാണ് പരിമള ആൻഡ് കോ. അതിലേക്ക് അടുത്ത എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് 10-20 വർഷങ്ങൾക്ക് ശേഷം ഊർവശിയായിട്ട് ഒരുമിച്ചൊരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയെന്നുള്ളത് എന്നെ സംബന്ധിച്ചും ഊർവശിക്കും അത് വളരെ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഒരുപാട് സന്തോഷം. അത് ഇതിനിടയ്ക്ക് പഞ്ചതന്ത്രം പോലെയുള്ള സിനിമകൾ തമിഴിൽ ചെയ്തു, ഒരു ആന്തോളജി മൂവി ചെയ്തു, പുത്തൻ പുതുക്കാലെ. പക്ഷേ അതിനേക്കാളൊക്കെ നായകനും നായികയുമായിട്ട് തന്നെ 10-20 വർഷത്തിന് ശേഷമാണ് ഒരു സിനിമ ചെയ്തത്. അതിൻ്റെ ഒരു ത്രില്ല് ഞങ്ങൾക്ക് 2 പേർക്കുണ്ടായിരുന്നു. അത് മാക്സിമം പാണ്ഡ്യരാജ് സാർ യൂട്ടിലൈസ് ചെയ്തു. ഞങ്ങൾക്ക് 2 പേർക്കും ക്യാമറ ഓപ്പൺ ചെയ്ത് വെച്ച് ഞങ്ങൾക്കത് പെർഫോം ചെയ്യാനുള്ളൊരു അവസരം അദ്ദേഹം ഉണ്ടാക്കി തന്നു. ഓരോ സീനും രാവിലെ വായിച്ചു കഴിയുമ്പോൾ ഞങ്ങളെല്ലാവരും തന്നെ, സഞ്ജന, അനന്തിക, മറ്റേ ഊർവശി, ഞാൻ, എല്ലാവരും, ബാക്കി കൂടെ അഭിനയിക്കുന്ന മിഷ്കിൻ സാർ, ഒരു മാസ്റ്റർ എന്നെ 4 ദിവസം മുമ്പ് മാസ്റ്റർ രണ്ടാമതൊരു ഡാൻസ് ചെയ്യിപ്പിച്ച് ഇത് ചെയ്തുള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇരുന്ന് സ്ക്രിപ്റ്റ് വായിച്ചു കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ
ഇന്ന രീതിയിൽ അതിനുള്ള ഫുൾ സ്വാതന്ത്ര്യം അദ്ദേഹം തരും. അദ്ദേഹം ചെയ്തു നോക്കിയ ശേഷം എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം അത് കറക്റ്റ് ചെയ്യുക. അല്ലാതെ ഞാൻ എഴുതി വെച്ച പോലെ ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധം പിടിച്ച് ഞങ്ങളെ കൊണ്ട് അഭിനയിപ്പിച്ചിട്ടില്ല. ഒരുപാട് എൻജോയ് ചെയ്ത ഒരു സിനിമയായിരുന്നു. ഒരുപാട് ഞങ്ങൾ എല്ലാവരും തന്നെ ഇത്രയും എൻജോയ് ചെയ്ത് ഇത്രയും ചിരിച്ച്, അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഉർവശിയുടെ ഓരോ റിയാക്ഷനുകളും തന്നെയാണ്. പലപ്പോഴും ഞാൻ തന്നെ ആണ് ഡയറക്ടർക്ക് ഏറ്റവും കൂടുതൽ തലവേദനയായിട്ടുള്ളത്. പണ്ടും അതെ, ഉർവശിയുടെയൊക്കെ പല റിയാക്ഷനും ഞാൻ ചിരിച്ച് ഒരുപാട് ടേക്കുകൾ മലയാളത്തിലും വരാറുണ്ട്. അത് തന്നെ ഇപ്പോഴും സംഭവിച്ചത്. 10 ടേക്ക് 12 ടേക്ക് കഴിയുമ്പോൾ പണ്ടേ സ്ഥലത്ത് ഞാൻ സോറി പറയും. എനിക്കത് നേരിട്ട് അതിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ചിരി താങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരുപാട് രസകരമായ ദിവസങ്ങൾ 10-40 ദിവസം അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ തിയേറ്ററിൽ കിട്ടും എന്ന് തന്നെയാണ് നമ്മളുടെ വിശ്വാസം. ഒരുപാട് വാഗ്വാദം മറ്റേതൊന്നും പറയുന്നില്ല. ഇത് കോടികളുടെ സിനിമ, അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ സിനിമ, 100 കോടി സിനിമ, അല്ലെങ്കിൽ ഞങ്ങളുടെ സിനിമ എങ്ങനെയാണ്, ഇതാണ്, ഒന്നും ഞങ്ങൾക്ക് അവകാശപ്പെടാനില്ല. ഒരു 2 മണിക്കൂർ ഫാമിലി എല്ലാവരുമായിട്ട്, അച്ഛൻ, അമ്മ, അമ്മൂമ്മ, അപ്പൂപ്പൻ, കുട്ടികളെയൊക്കെ ഈ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് അവർ വന്ന് തിയേറ്ററിൽ നിന്നാൽ എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് തമാശകളും കുറച്ച് സസ്പെൻസും കുറച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചേർത്ത് വെച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള സിനിമ പരിമളാൻകോ. അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ 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 സന്തോഷമായിട്ടുള്ള കാര്യമാണ്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു அந்த ക്യാരക്ടർക്ക് എന്നെ മനസ്സിലാവുന്നതില്ല. താങ്ക് യു സോ മച്ച് ജയറാമേട്ട. കൺഗ്രാറ്റ്സ് സർ. സംസാരിച്ചേ ഇല്ല, സംസാരിച്ചിട്ടേ ഇല്ല. എല്ലാവരും സംസാരിച്ച് കഴിയാൻ വേണ്ടി வெயிட் ചെയ്യുമായിരുന്നു. எல்லாருக்கும் நமஸ்காரம். ரொம்ப சந்தோஷமாக இருக்குது. கேரளாவில் நான் 4வது படத்துக்கு இந்த மாதிரி வந்து கலந்துக்கிறதுல எனக்கு ரொம்ப சந்தோஷம். எப்போவுமே கேரளா சினிமா ஒரு தனித்துவமான ஒரு சினிமா. பரிமளான்கோ, லைக்கா ப்ரொடக்ஷன்ஸ், சுபாஷ் கரன் சார் தயாரிக்க, தபில் குமரன் சார் சேர்ந்து தயாரிக்க, கோகுலம் மூவிஸ் வந்து இந்த படத்தை வந்து கேரளாவில் ரிலீஸ் பண்ணுறதுல எங்களுக்கு ரொம்ப ரொம்ப சந்தோஷம். ஒரு மிகப்பெரிய பேனர் இப்படி ஒரு படத்தை எடுத்து கேரளாவில் ரிலீஸ் பண்ணுறது வந்து எங்களுக்கு ரொம்ப சந்தோஷம். பரிமளான்கோ இந்த ரொம்ப பிடிச்ச ஒரு படம். ஏன்னா தலைவன் தலைவி வந்து ஒரு மிகப்பெரிய பிளாக் பஸ்டர் மூவி. அதுக்கப்புறம் ஒரு பெரிய ஹீரோவோட தான் படம் பண்ணணும் அப்படின்னு பேசிக்கிட்டு இருந்தோம். ஆனால் இந்த ஸ்கிரிப்ட் வந்து எனக்கு இதை இமீடியட்டாக பண்ணணும் அப்படின்னு ஒரு ஆசையை கொடுத்தது. சரி, ஓகே, இதை ஒரு குயிக் ப்ராஜெக்டாக இந்த படத்தை பண்ணிடலாம் அப்படின்ட்டு முடிவெடுக்கும்போது யாரோட இந்த கதைக்குள்ளே போகலாம் அப்படிங்கும்போது எனக்கு ஜெயராம் சார் தான் ஃபஸ்ட்டு ஞாபகத்துக்கு வந்தார். ஜெயராம் சார் போகலாம் அப்படின்னு இது பண்ணோடனே ஊர்வசி மேம் தான் அடுத்த ஆப்ஷனாக இருந்தாங்க. ஏன்னா இவங்க வந்து கிட்டத்தட்ட 25 படம் பண்ணியிருக்காங்க. அதில் நான் நிறைய படங்கள் பார்த்துருக்கேன். அதில் எங்களுக்கு ரொம்ப முக்கியமாக எங்களுக்கு பிடிச்சது பஞ்சதந்திரம், அந்த காம்போ. அதை ரசித்து ஒவ்வொரு தடவையும் இப்போவும் பார்க்கக்கூடிய ஒரு படம். இந்த காம்போ திருப்பி, ஏன்னா 20 வருஷம் ஆச்சு இவங்க பண்ணேன், திருப்பி இந்த படம் அவங்க 2 பேரும் சேர்ந்து பண்ணால் எப்படி இருக்கும் அப்படிங்கிற ஒரு ஆசையை வந்து அசிஸ்டன்ட் டைரக்டர்லாம் சொல்லும்போது இந்த காம்போ எப்படி இருக்கும் அப்படிங்கும்போது செம்மையாக இருக்கும் அப்படின்னாங்க. எப்படி தலைவன் தலைவியில் வந்து விஜய் சேதுபதி, நித்யா மேனன் அப்படின்னு சொல்லும்போது ஆர்வம் அதிகமாச்சோ, அதை விட இதில் அதிகமாக சூப்பராக இருக்கும் அப்படின்னாங்க அசிஸ்டன்ட்ஸ். அப்புறம் ஃபஸ்ட்டு ஊர்வசி மேம்கிட்ட தான் போய் கதை சொன்னேன். அவங்க சொல்லும்போது சிரிச்சுக்கிட்டே இருந்தாங்க அந்த கதையை. அவ்வளவு ஒரு கதை சொல்லும்போதே நமக்கு தெரிஞ்சிடும், ஓகே இது வந்து கன்ஃபார்மாக ஹிட் ஆகும் அப்படின்னு. அடுத்து ஜெயராம் சார்கிட்ட சொன்னேன். ஃபர்ஸ்ட் ஆஃப் கேட்கும்போதே ஊர்வசினே பண்ணுறாங்கல்ல, ஏன்னா அவங்க பண்ணாதான் அது நல்லாயிருக்கும் அப்படின்னா. இல்லை சார், அவங்கள்ட்ட ஓகே பண்ணிட்டு தான் உங்கள்கிட்டே வர்றேன் அப்படின்னோடனே அங்கேயே ஓகே பாதி கதைக்கு மேலே கேட்கல, நீங்கள் ஐடியாவை எனக்கு சொல்லுங்கள், போதும் நம்ம பண்ணுவோம் அப்படின்ட்டாங்க. ஏன்னா 2 பேர் காம்போவில் வந்து நிறைய டைரக்டர்ஸ் நிறைய கதைகள் வந்து சொல்லியிருந்திருக்காங்க. அவங்க இதை வந்து சூஸ் பண்ணுறது எனக்கு ரொம்ப சந்தோஷம். இந்த படம் வந்து முதல் நாள் வந்து சாருடைய பிறந்த நாளில் தான் ஆரம்பித்தோம். அதுவே வந்து ஒரு இதுவாக இருந்தது. பெரிய மாலையோடு தான் ஒரு மங்களகரமாக அந்த படத்தை ஆரம்பித்தோம். என்றைக்கு இதை ஆரம்பித்தோமோ அன்னையிலிருந்து படம் முடிக்கிற வரைக்கும் சிரிச்சுக்கிட்டே எடுத்த ஒரு படம் அப்படின்னா இதை சொல்லலாம். ஏன்னா ஒரு மிடில் கிளாஸ் லைஃபு, ஒரு சாதாரண ஃபேமிலி, ஒரு சின்ன வீடு தான், அந்த வீட்டுக்குள்ளே தான் இந்த படத்தை எடுக்கணும். ஆனால் அதை வந்து அந்த டயத்தில் வந்து பயங்கர வெயில், அதுலேயும் 10க்கு எங்கள் கேமராமேன்
பிளாக்ல அதை போட்டு வீட்டையே மூடிவாப்புல, வெளிச்சம் கூட வெளில தெரியாது. ஆனாலும் அதுக்குள்ள அந்த டயத்தில் வைரல் ஃபீவர் வந்து பயங்கரமாக பரவிக்கிட்டு இருந்தது. எதுவுமே தெரியாமல் சந்தோஷமாக எடுத்தோம் அப்படின்னா இவங்க ஒவ்வொருத்தருடைய நடிப்பு தான். ஜெயராம் சார் பண்ணும்போது ஊர்வசியமாக சிரிச்சிருவாங்க. அதனால இந்த பக்கம் ஷாட் வச்சா சார் வந்து கண்ணை முடிக்குவார், ஏன்னா அவங்க நடிக்கிறத பார்த்து சிரிச்சிருவோம் அப்படிங்கிறதுக்காக. அந்த பக்கம் ஷாட் வைக்கும்போது ஊர்வசியமாக கண்ணை மூடிக்குவாங்க, ஏன்னா சார் ஏதாவது வேணுமே ஒரு குசுமா ஒன்று பண்ணி விட்டுருவாரு, அவங்க பயங்கரமாக சிரிச்சிருவாங்க. இவங்க 2 பேரையும் கண்ட்ரோல் பண்ணி கொண்டு வந்தோம்னா இந்த பொண்ணுங்க 2 சிரிச்சிருவாங்க. ஸோ சிரித்து சிரித்து ரசித்து எடுத்த ஒரு படம் தான் பரிமளான் கோ. அடுத்து மிஸ்கின் சார் வர்றாரு, அவர் வந்தோம்னா அது இன்னும் அளப்பறையாக மாறுது. அப்புறம் அதுக்குள்ளே 10க்கு யோகி பாபு, அப்புறம் சாண்டி மாஸ்டர், எல்லாருமே இந்த படத்துக்குள்ள வந்து நான் எடுத்ததுலேயே ரொம்ப ஒரு குயிக்கான ரொம்ப ஸ்பீடான படம்னு சொல்லலாம், ஆனால் ஒரு குவாலிட்டியான படம்னு சொல்லலாம். ஊர்வசி அம்மா தான் சொன்னாங்க, மலையாளத்தில் தான் வந்து பக்காவாக பிளான் பண்ணி ஒரு 45-50 நாளுக்குள்ள ஒரு நல்ல படத்தை எடுப்பாங்க, எனக்கு வந்து மலையாள படம் எடுத்தது மாதிரி நீங்கள் எடுத்துட்டீங்க பாண்டியராஜ் அப்படின்னாங்க. எனக்கு அதுவே பெரிய பாராட்டாக இருந்தது. அப்படி பிளான் பண்ணி எடுத்ததுக்கு முக்கிய காரணம் ஜெயராம் சார், ஊர்வசி மேம், இந்த டீம் எல்லாருமே பக்காவாக. அதே மாதிரி என் ப்ரொடியூசர் தமிழ்குமரன் சார், சுபாஸ்கரன் சார் சப்போர்ட்டு. ஒரு நல்ல படம் எடுத்திருக்கோம். இது ஒரு நல்ல மிடில் கிளாஸுக்குள்ள நடக்கிற ஒரு, இங்கே எப்படி உங்களுக்கு திருஷ்யமோ அந்த மாதிரி அந்த மூடு. நிறைய பேர் கமெண்ட்ஸில் திருஷ்யமான்னு கேட்டுக்கிட்டே இருந்தாங்க. அதுக்கு தான் நாங்கள் அது பதிலே சொல்லிட்டோம். படத்துக்குள்ள அந்த 2 ரெஃபரன்ஸ் வச்சுருக்கோம். இது டோட்டலாக ஒரு 10-15 நிமிஷத்துக்கு அப்புறம் அந்த வேர்ல்டு வேறு மாதிரி இருக்கும். என்னன்னா இந்த படம் ஒரு த்ரில்லர் அப்படின்னா அது எல்லாமே சீரியஸாக போகும். நாங்கள் இந்த படத்தை வந்து ஒரு த்ரில்லரை படம் ஃபுல்லாக ஒரு 2 hours ஒரு டார்க் காமெடிக்குள்ளே எவ்வளவு சிரிக்க வைக்க முடியுமோ தேட்டருக்குள்ள அவ்வளவு ட்ரை பண்ணியிருக்கோம். அதை நாங்கள் பார்க்கும்போது ரொம்ப ஒர்க் அவுட் ஆகிருக்குன்னு நம்புகிறோம். நீங்களும் கண்டிப்பாக தேட்டரில் போய் பாருங்கள். கண்டிப்பாக அந்த படம் வந்து நீங்கள் வெளில வரும்போது அடிப்பொலி அப்படின்னு சொல்லுவீங்களா, அந்த மாதிரி இருக்கும்னு நம்புகிறோம். தேங்க்யூ ஆல். கேரளா ஃபேன்ஸ் எல்லாம் இந்த படத்துக்கு சப்போர்ட் பண்ணுங்கள். ப்ளஸ் எல்லோரும் இங்கே வந்ததுக்கு ரொம்ப ரொம்ப சந்தோஷம் இந்த படத்தை. ஏன்னா இப்போ வந்து கண்டென்ட் உள்ள படங்கள், அது மலையாளமாக இருந்தாலும் தமிழ் சினிமா எல்லா இடத்துலையுமே கண்டென்ட் உள்ள படங்கள் நல்லா ஓட ஆரம்பிச்சிருக்கு. அதனால் கண்டென்ட்டை நம்பி நாங்கள் வந்திருக்கோம். இந்த படத்தை இங்கே எல்லாருமே சப்போர்ட் பண்ணுங்கள். எல்லாருக்கும் ரொம்ப நன்றி. தேங்க்யூ. Alright, thank you so much sir, and it's time for the Q&A session. പ്രസ് മീറ്റിനുള്ള സമയമാണ്. നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും. ആ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടുള്ള സമയമാണ്. കുറച്ച് താങ്ക്സ് വിട്ടുപോയി ഒന്നുമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഹാവ് ടു താങ്ക് ലൈക്ക പ്രൊഡക്ഷൻസ്, സുബസ്കരൻ സർ ആൻഡ് തമിഴ് കുമരൻ സർ ആൻഡ് ഓൾ ദ പ്രൊഡക്ഷൻ സൈഡ്, ഇതിൻ്റെ ടെക്നീഷ്യൻസ്, ബാക്കി കോ ആർട്ടിസ്റ്റ് എല്ലാവരോടും, അതിനേക്കാൾ ഉപരി കേരളത്തിലെ ഈ ചിത്രം നല്ല രീതിയിൽ ഇത് തിയേറ്ററിലേക്ക് എത്തിക്കുന്ന ഗോകുലം മൂവീസിൻ്റെ ശ്രീ കൃഷ്ണമൂർത്തി സാറ്, ഗോകുലം ഗോപാലൻ സർ, സുജിത്ത്, എല്ലാവരോടും താങ്ക് യു സോ മച്ച്. ചേരാമട്ടാ, ഇവിടെയാണ് ചേരാമട്ട, നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ചേരാമട്ട പറയുമ്പോൾ, ഇതിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് കേൾക്കുമ്പോൾ അലി ചോദിക്കാൻ വരുമ്പോഴേ ഞാൻ മറ്റേ റിയാക്ഷൻ റെഡിയാക്കി വെച്ചത്. 20 വർഷത്തിന് ശേഷം നിങ്ങൾ രണ്ടും ഒന്നിക്കുന്ന നമ്മൾ ട്രെയിലർ കണ്ടപ്പോഴാണ്, ഈ ടീസർ കണ്ടപ്പോഴാണ് ഭയങ്കര ഫണ്ണാണ്. ഈ നേരത്തെ പറഞ്ഞാല് എങ്ങനെയാണ് നിങ്ങൾ ചിരിക്കാതെ ആ ഒരേ, ഇപ്പൊ പണിസാർ പറഞ്ഞല്ലോ, ഒരു ഷോട്ട് വയ്ക്കുമ്പോൾ ചേരാമട്ടിന് ചിരിയാണ്, ഇപ്പുറം വയ്ക്കുമ്പോൾ ഉർവശി ചിരിയായിരിക്കും. ചിരി അടങ്ങാൻ പറ്റുന്നില്ല. 20 വർഷത്തിന് ശേഷം ഒന്നിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കാൻ ഉണ്ടായിട്ടുണ്ടാവും. ആ ലൊക്കേഷനിൽ വെച്ച് ഈ സിനിമയ്ക്ക് വന്ന ആദ്യം നിങ്ങൾ സംസാരിച്ച ഒരു കോമഡി എന്തായിരുന്നു? അയ്യോ, പെട്ടെന്ന് അങ്ങനെ ഒരു ദിവസം ഇന്ന സമയത്ത് ആദ്യം സംസാരിച്ചത് എന്ന് പറഞ്ഞ് എനിക്ക് ഓർമ്മ വരുന്നില്ല. കാരണം ഈ 10-20 വർഷത്തിനിടയ്ക്ക് ഉർവശിയും എന്നെയും വെച്ചിട്ട് ഒരുപാട് സിനിമകൾ തമിഴിലും മലയാളത്തിലൊക്കെ ആയിട്ട് കഥ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഉർവശിയെടുത്ത് പറയും ഇത് ചെയ്യണോ, അപ്പോൾ ഉർവശി പറയും ഒന്നുമില്ല, അത് പഴയ പോലെ തന്നെ ഇരിക്കുന്നു, അത് വ്യത്യസ്തമായിട്ടൊന്നും തോന്നുന്നില്ല എന്ന് പറയും. രണ്ടാമതൊന്നും ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു സ്പാർക്ക് വേണം എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇതുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്. തുടക്കം തൊട്ട് ഇല്ല, പഴയ കാര്യങ്ങൾ തന്നെ ഓരോന്നോരോന്ന് പറഞ്ഞ് ഞങ്ങൾ ചിരിക്കും. അപ്പോൾ ഇദ്ദേഹം കൂടെ എന്താ കാര്യം ചോദിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെ ഈ നമ്മൾ ഒരു കോമഡി ഉണ്ടെന്ന് പറഞ്ഞാലും ഇതിനകത്ത് കോമഡിക്ക് വേണ്ടി ഒരു കോമഡി ചെയ്യുന്ന ഒരു സീൻ പോലും ഇല്ല കേട്ടോ. ഇതിനകത്തൊരു
ഹിഡൻ ആയിട്ടൊരു കോമഡി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഒരു ക്യാരക്ടർ പോലും തമാശയ്ക്ക് വേണ്ടി തമാശ കാണിക്കുകയോ ചിരിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്നും ചെയ്തിട്ടില്ല. വളരെ സൈലൻ്റ് ആയിട്ട് ഒരു റിയാക്ഷൻ, ആ റിയാക്ഷനിൽ തിയേറ്ററിൽ അത് ചിരി കിട്ടിയാൽ അത് സക്സസ്ഫുൾ ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാടുണ്ടല്ലേ, ഞങ്ങൾ കുറേ കാലം കഴിഞ്ഞിട്ട് അഭിനയിക്കുന്നതുകൊണ്ട് പഴയ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞ് ചിരിയായിരുന്നു. ശശി എൻ്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ഞാനും ജയറാമും അഭിനയിച്ചു കഴിഞ്ഞാൽ കൊടുക്കൽ വാങ്ങൽ എളുപ്പമാണെന്ന് പറഞ്ഞു. അതാണ് ഏറ്റവും ഞങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യം എന്നാണ് പറയുന്നത്. അവിടെ ഒന്ന് കൗണ്ടർ കൊടുത്താൽ ഉടനെ ജയറാമേട്ടൻ കൗണ്ടർ കൊടുക്കും. അങ്ങനെ കൊടുക്കൽ വാങ്ങലിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാണെന്ന് വെച്ചാൽ ജയറാമേട്ടൻ്റെ പേരാണ് എൻ്റെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. അത് എത്രമാത്രം ശരിയാണെന്ന് ഈ സിനിമയോട് കാണുമ്പോൾ തന്നെ മനസ്സിലായി, ഇതിനുള്ള സിനിമയ്ക്ക് മനസ്സിലാവും. ജയറാമേട്ടൻ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഇല്ല, ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ഉർവശിയും ഞാനും ചേർന്ന് അഭിനയിച്ച സിനിമകളിൽ ഏകദേശം 5 സിനിമയ്ക്കോ 6 സിനിമയ്ക്കോ ഉർവശിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. തലയിണ മന്ത്രം, മഴവിൽ കാവടി, കടിഞ്ഞൂൽ കല്യാണം, എനിക്ക് സിനിമകൾ പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല എല്ലാം. അപ്പോൾ അതിലൊക്കെ തന്നെ ഉർവശിക്ക് ചില ഷോട്ടിലൊക്കെ ഡയറക്ടർ ഓക്കെ പറഞ്ഞാൽ പോലും ഞാൻ ഡയറക്ടറോട് പറയാറുണ്ട്, സാർ കുറച്ചും കൂടി നന്നായിട്ട് അവർ വേറെ തരത്തിൽ ചെയ്യും, ഒന്നുകൂടി എടുക്കാം. ഉർവശിയെ പറഞ്ഞത് എന്തിനാ ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു പ്ലീസ് ചെയ്യും. കാരണം അവർക്ക് അതിനുള്ളൊരു പൊട്ടൻഷ്യാലിറ്റി ഉണ്ട്, നമുക്കറിയാം. ഒരേ ഷോട്ട് ഒരു 10 പ്രാവശ്യം എടുത്താൽ 10 ഒരേ മരിയിക്കില്ല, 10 വേറെ തരത്തിൽ അഭിനയിക്കും. ഇപ്പം ഇതിൽ തന്നെ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പാണ്ഡ്യരാജ് സാറിന് അറിയാം ഊർവശിയുടെ കയ്യിൽ നിന്ന്. ഊർവശി എന്നെ കുടിക്കണമെങ്കിൽ കോഫി ടീ എതുവും വേണ്ട, മോര് ചോദിക്കും. ആ മോര് ചോദിക്കുന്നത് തന്നെ കട്ടിയില്ല, മോര് വേണോ, അങ്ങനെ 10 ടൈപ്പിൽ അത് ചോദിക്കും. ആ 10 കഴിയുമ്പോൾ ഊർവശി അത് തന്നെ അത് 10 ടൈപ്പില് അവർ ചെയ്യുന്നത്. അത് അറിയാം കൃത്യമായിട്ട്. അതുകൊണ്ട് കട്ടിയാതെ പെണ്ണോ പറഞ്ഞോണ്ടേ ഇരിക്കും. അങ്ങനെ ഇതൊക്കെ തന്നെയായിരുന്നു ഫണ്ട് ലൊക്കേഷനിൽ ഉണ്ടായിട്ടുള്ളത്. இல்லை, இது ஃபேமிலி ஐடென்டிட்டி தான். என்னுடைய படம் எல்லாமே ஃபேமிலியாக தான் வந்து பார்ப்பாங்க. இது என்னன்னா அதில் கொஞ்சம் என்ன எக்ஸ்ட்ரானா த்ரில்லர் இல்லை, கடைக்குடி சிங்கம், நம்ம வீட்டு பிள்ளை, தலைவன் தலைவி எல்லாமே அந்த ஒரு வில்லேஜுக்குள்ளே எடுத்திருப்பேன். இது கொஞ்சம் பாலக்காட்டில் உள்ள ஒரு குடும்பம் சென்னை பட்டினம்பக்கத்தில் வரும்போது அங்கே நடக்கிற ஒரு பிரச்சனையில் அது த்ரில்லராக மாறுது. அதனால் அது த்ரில்லர் ஜானர் தான். அந்த த்ரில்லரில் வந்து அது ஒரு டார்க் காமெடி டீட்டில் கொடுத்துருக்கேன். என்னுடைய படங்கள் பசங்கள்லேருந்து எல்லாமே ஃபேமிலி ஆடியன்ஸ்க்கான படமாக தான் இருக்கும். இந்த படத்தில் வந்து சாண்டி மாஸ்டருடைய ஏரியாலாம் வந்து இன்னைக்கு ஜென்சி கிட்ஸ்ன்னு சொல்கிறாங்களா, அந்த பசங்களுக்கு வந்து ரொம்ப பிடிக்கிற மாதிரி ஏரியாவாக இருக்கும். அந்த வாட்சா விடாத சாங்கு அதெல்லாம் இது எல்லா ஆடியன்ஸுக்குமான ஒரு ஜனரஞ்சகமான ஒரு நல்ல ஃபேமிலியோட போய் என்ஜாய் பண்ணிட்டு வர ഒരു നല്ല ഫാമിലി പടം ഉണ്ടാകും. നോർമലി ഏത് സീനുകൾ എടുത്ത് നോക്കിയാലും ജയറാമേട്ടൻ ഉർവശി ചേച്ചി പോകുമ്പോഴാണെങ്കിൽ അവരെ തന്നെ പെർഫോം ചെയ്തിട്ട് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരുന്ന ആക്ടേഴ്സ് ആണ് അവര്. இப்போ உங்கள ஸ்கிரிப்டிங்ல ஏதாவது அவங்கள ஆக்டிங் பார்க்கும்போது இந்த சீன் இந்த மாதிரி எடுத்துக்கலாம், அப்படி ஏதாவது சிச்சுவேஷன் வந்திருக்கா? இருக்கு. சில இடங்கள்ல வந்து ஸ்கிரிப்ட்ல இல்லாததை அவங்களே எக்ஸ்ட்ரா கொடுக்குற ரியாக்ஷன்லேயே அது ரொம்ப அழகாயிடும். அது டைலாக்காவோட மாற வேண்டிய அவசியம் இல்லை. அவங்க கொடுக்குற இந்த மூடு அப்படின்னு நம்ம சொல்லி கொடுக்கும்போது அவங்க அந்த இடத்துல கொடுக்குற எக்ஸ்பிரஷன் வந்து அன்எக்ஸ்பெக்டடாக இருக்கும். இது இப்போ இந்த ட்ரெய்லரில் பார்த்தீங்கல்ல ஊர்வசியம், அந்த ரியாக்ஷன்லாம் வந்து நான் சொன்னது ஒன்று, அவங்க கொடுத்தது ஒன்று. அதை திருப்பி கொடுங்கன்னா அவங்களுக்கு கொடுக்க தெரியாது. சார் சொல்கிற மாதிரி தான் 10 டேக் போனால் 10 டேக்லேயும் 10 ரியாக்ஷன் கொடுப்பாங்க. அந்த மாதிரி நிறைய இடங்களில் வந்து சாரும் அம்மா எல்லாருக்குமே, அது சாண்டி மாஸ்டர் எல்லாத்துக்குமே நான் எப்பவுமே வந்து இதுதான் பண்ணணும், இந்த மீட்டுக்குள்ளே தான் பண்ணணும் அப்படின்னு ஒரு அடக்கிறது ஒரு இது கிடையாது. ஏன்னா எல்லாருமே ஒவ்வொரு கலைஞர் அவங்களுக்குள்ள இருந்து என்னத்தை எடுத்துக்கலாம் அப்படின்னு பார்க்குற டேரக்டர்னா, அதனால இந்த இதில் வந்து நிறைய கொடுத்துருக்காங்க ரியாக்ஷனாக. அது ரொம்ப இருக்கும். அது தேட்டரில் பார்க்கும்போதே தெரியும். இந்த படத்தில் ஏதாவது இந்த காமெடியை சொல்லுங்களே சிரிக்கிறது மாதிரினா சொல்லவே முடியாது. எல்லாமே வந்து சிச்சுவேஷன் காமெடியாகவே இருக்கும். அது சீனாக கோர்வையாக பார்க்கும்போது மட்டும்தான் இந்த படத்தில் வந்து அவ்வளவு காமெடிகள் இருக்கிறது தெரியும். நிறைய கொடுத்துருக்காங்க. ഇല്ല, അങ്ങനെ ഇത് നമ്മൾ പറയുമ്പോൾ എന്തോ ഇത് ഭയങ്കരമായിട്ടുള്ളൊരു അങ്ങനെ ഇല്ലട്ടോ. അല്ലെ, ഇത് വളരെ സട്ടിലായിട്ട് അത് ഒരുപാട് സീനുകളുണ്ട്. ഇപ്പോൾ ഞാനത് ഒരെണ്ണമായിട്ട് എടുത്ത് പറയാൻ പറ്റില്ല. ഇപ്പം ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ചോദിച്ചാൽ ഒരു പാലക്കാട് എപ്പിസോഡുണ്ട്. ഒരു
ഒരു 2 റീൽ ഫുള്ളായിട്ട് ഞങ്ങൾ പാലക്കാട് റിംസിന് വേണ്ടി പോകുന്നതാണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തതാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അറിയില്ല. നമ്മുടെ ആൾക്കാർ, നമ്മുടെ ഇവിടുത്തെ സിറ്റുവേഷൻ, നമ്മുടെ ഇവിടുത്തെ ഇതെല്ലാം കൂടിയിട്ട് അത് ബ്ലെൻഡായി വന്നപ്പോൾ ഭയങ്കര തമാശയായിരുന്നു. ഉർവശി, ഞാൻ, ബാക്കി ഇതിനകത്തിലെ ഓൾമോസ്റ്റ് എല്ലാ ആർട്ടിസ്റ്റുകളും അവിടെ പാലക്കാടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്കത് ഭയങ്കര ഫേവറേറ്റ് ആണ്. അപ്പോൾ ഒരുപാട് സീൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ചിരിച്ച്. അപ്പോൾ അതെനിക്ക് പർട്ടിക്കുലറായിട്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല. സാർ, എന്ത് പോയിന്റ് ഓഫ് വ്യൂവിലാണ് ശരിക്കും ജയറാമും ഉർവശി എന്നുള്ള കോമ്പിനേഷൻ വരാനുള്ള കാരണം? എന്തുകൊണ്ടാണ് ഇവർ ചൂസ് ചെയ്യാനുള്ള കാരണം? തമിഴിൽ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഇവർ ചൂസ് ചെയ്യാനുള്ള കാരണം? தமிழ்ல நிறைய ஆர்டிஸ்ட் இருக்கும்போது ஜெயராம் ஊர்வசி எதுக்கு? அவங்க தமிழ் ஆர்டிஸ்ட் தான். மலையாளத்தோட தமிழ்ல தான் அதிகமாக நடிச்சிருக்காங்க கம்பெனியில். இல்லை, நான் தமிழ் ஆர்டிஸ்ட், மலையாளம் ஆர்டிஸ்ட், தெலுங்கு ஆர்டிஸ்ட் நான் பார்க்கறது இல்லை. ஆர்டிஸ்டாக பார்க்கறது. இந்த கதையில் வந்து മലയാളം ആർട്ടിസ്റ്റ് അങ്ങനെ ചോദിച്ചില്ല, എന്തുകൊണ്ടാണ് ഇവരെന്ന് ചോദിച്ചത്. இல்லை, ஆக்சுவலாக இந்த கதையை வந்து நான் வந்து ரஜினி சார் பண்ணால் எப்படி இருக்குன்னு ஃபஸ்ட்டு யோசித்தேன். அவருக்கு பண்ணணும்னா அது வேற ஒரு வெர்ஷன் பண்ணணும். அப்புறம் கமல் சார் நடித்தா எப்படி இருக்கும்னு நான் யோசித்தேன். அவர் ஏற்கனவே திருஷ்யம் பாபநாசன் பண்ணிட்டாரு. அப்போ அடுத்த ஆப்ஷனுக்கும் போது எனக்கு இந்த 2 லெஜெண்ட்ஸ் தான் நகத்துக்கு வந்தாங்க. அதனால அவங்கள வச்சே பண்ணிட்டேன். രജനികാന്തും കമലഹാസനും ഒരാളിൽ കണ്ടാണ്. രജനികാന്തും കമലഹാസനും ഒരാളായിട്ട് കാണുമെങ്കിൽ ജയറാമായിട്ടാണ് കാണുന്നത്. ரெண்டும் சேர்ந்த கலையான்னு கேட்குறீங்களா? கண்டிப்பா. இந்த படத்துல மாஸ் இருக்கு, கிளாஸ் இருக்கு, எல்லாமே காமெடி இருக்கு, எமோஷன் இருக்கு, எல்லாமே இருக்கு. ரஜினி சாருக்கு பண்ண வெர்ஷன் வேற, சாருக்கு வேற ஒரு வெர்ஷன் பண்ணியிருக்கோம். ஆனாலும் எல்லா மூமெண்ட்டுமே சாருக்கு இருக்கு. சார் படம் பார்க்கும்போது பார்த்தீங்கன்னா தெரியும், அது ஒரு பெரிய സർപ്രൈസ് உங்களுக்கு நிறைய இருக்கு. മിഷ്കിൻ പിന്നെ സാറും രണ്ട് ടൈപ്പ് ഒരു ഡയറക്ടേഴ്സാണ്. അപ്പോൾ ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ എന്തുകൊണ്ട് മിഷ്കിൻ ഒരു ഇതിലേക്ക് ഒരു എൻട്രി വരാനുള്ള കാരണം? மிஸ்கின் எப்படி? ஆமாம், நானும் மிஸ்கின் சாரும் 10 வருஷமா ஃப்ரெண்டு. இந்த கதையில் வந்து மிஸ்கின் சார் இருந்தால் ரொம்ப நல்லா இருக்கும் அப்படின்னு தோணுது. அதனால வந்து எப்படி இந்த கேரக்டர் வந்து ஜெயராம் சாரும் ஊர்வசி இல்லாமல் வேற யோசிக்க முடியலையோ அந்த கேரக்டரை வந்து மிஸ்கின் சார் மட்டும்தான் பண்ண முடியும். ஆனால் பயங்கரமான ஒரு வில்லத்தனமான கேரக்டர். அவர் தான் படத்தில் சாண்டி மாஸ்டர் வில்லன்னா, சாண்டி மாஸ்டர் வில்லன் கிடையாது, அதில் ஒரு ஹீரோ, அவர் தான் வில்லன். அதனால அந்த வில்லனை வந்து ஸ்ட்ராங்காக பண்ணணும் அப்படிங்கிறதுக்காக மிஸ்கின் சார்ட்ட போனோம். பட் அவரை கண்ட்ரோல் பண்ணுறது ரொம்ப கஷ்டம். ஆனாலும் இந்த படத்தில் வந்து அவ்வளோ அழகாக நடித்து கொடுத்து அவ்வளோ சூப்பராக பண்ணிட்டாரு. மிஸ்கின் சாரோட கேரக்டரும் நிறைய சர்ப்ரைஸாக இருக்கும். அவர் கரண்டு போயிடுச்சு.